يذهب إلى المدرسة. يذهب إلى المدرسة. യദ്ഹബ് ഇലൽ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നർത്ഥം. അതായത് ഹി ഗോസ് ടു സ്കൂൾ. യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥമാണ്. യദ്ഹബ് പോകുന്നു. ഇലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നർത്ഥം. എവിടേക്ക്? ഇലൽ. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്കൂൾ എന്നാണ് അർത്ഥം. യദ്ഹബ് ഇലൽ മദ്രസ. അവൻ യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക, ഒരുവൻ പോകുക എന്നുള്ളതിനെയാണ് യദ്ഹബ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകുന്നു. ഇലൽ മദ്രസ. ഇലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക്, എവിടേക്കാണോ അവിടേക്ക്. മദ്രസയിലേക്ക്. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ. അപ്പോൾ മദ്രസ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂൾ എന്നാണ്. സ്കൂൾ എന്ന് പറയുന്നതിന് അറബിയിൽ എന്താ പറയുക? മദ്രസ. യദ്ഹബ് ഇലൽ മദ്രസ. ഹി ഗോസ് ടു സ്കൂൾ. യദ്ഹബ് ഇലൽ മദ്രസ. യദ്ഹബ് ഇലൽ മദ്രസ. യദ്ഹബ് ഇലൽ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നർത്ഥം. അതായത് ഹി ഗോസ് ടു സ്കൂൾ. യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥമാണ്. യദ്ഹബ് പോകുന്നു. ഇലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നർത്ഥം. എവിടേക്ക്? ഇലൽ. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്കൂൾ എന്നാണ് അർത്ഥം. യദ്ഹബ് ഇലൽ മദ്രസ. അവൻ യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക, ഒരുവൻ പോകുക എന്നുള്ളതിനെയാണ് യദ്ഹബ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ യദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകുന്നു. ഇലൽ മദ്രസ. ഇലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക്, എവിടേക്കാണോ അവിടേക്ക്. മദ്രസയിലേക്ക്. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ. അപ്പോൾ മദ്രസ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂൾ എന്നാണ്. സ്കൂൾ എന്ന് പറയുന്നതിന് അറബിയിൽ എന്താ പറയുക? മദ്രസ. യദ്ഹബ് ഇലൽ മദ്രസ. ഹി ഗോസ് ടു സ്കൂൾ.